മേനോൻ മകേര നക്ഷത്രം ഒരു പുഷ്പാഞ്ജലി. എന്താ ഇന്ന് പ്രത്യേകിച്ച് വിശേഷം? പിറന്നാളാ. മേനോൻ വന്നിട്ടില്ലേ? ഉണ്ട്. ഓ, ആൽത്തറയിലെ റിട്ടയർഡ് അസുരന്മാര് പിടി കൂടിയിട്ടുണ്ടാവും അല്ലേ? പിറന്നാളായിട്ട് എന്തോടോ എന്നെ ഞങ്ങളൊന്നും ഉണ്ണാൻ ക്ഷണിക്കല്ലേ? അങ്ങനെ ആഘോഷമായിട്ടൊന്നുമില്ല. ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും ചേർന്നുള്ള ഒരു കുത്തിപ്പറക്കത്തിട്ട, അത്രേ ഉള്ളൂ. ബഡ്ജറ്റ് കൂട്ടാൻ പാറോതി സമ്മതിക്കണ്ടേ? കാലത്തെ എടുത്താ പോകാത്ത ഒരു വയറുമായി നടക്കലേക്ക് പോരും. എവിടെയാ സദ്യയുള്ള തിരക്കി? വയറുള്ളവരെ കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ശങ്കര. അതിനൊക്കെ ഒരു ഭാഗ്യം ചെയ്യണേ. ഇളോളുടെ കല്യാണം ആയിക്കോട്ടെ, കുറ്റോത്ത പോറ്റിയെ കൊണ്ട് നമുക്കൊരു ഉഗ്രൻ സദ്യ ഏർപ്പാടെ കളയാം. ആലോചന വല്ലതും വരണ്ടോ അവൾക്ക്? വയസ്സ് 17 ആയിട്ടുള്ളൂ. പേരിനും തിരപ്പില്ലാതെ അധികാളെ എന്തിനാ വെച്ച് താമസിപ്പിക്കണേ? പേടിക്കണ്ട, അവളുടെ കല്യാണം കൂടി ഉണ്ടിട്ടേ ഷാരടി പോളൂ ഇല്ലേ? മേനോന്റെ മൂത്തൊക്കെ എത്ര കുട്ടികളായി? 2. ഒരാണും ഒരു പെണ്ണും. ബാങ്ക് ജോലിയുള്ളവനോ? അവനൊരു ആൺകുട്ടി. അതീ താഴെയുള്ളവന്റെ ഭാര്യയ്ക്ക് വിശേഷമൊന്നും ആയിട്ടില്ല. അവരുടെ കല്യാണ വാർഷികം കൂടിയാ ഇന്ന്. എന്താ മതിയോ? കേൾക്കാൻ വയ്യെങ്കിലും നാട്ടിലുള്ള മുഴുവൻ കാര്യം അറിയണം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഇനിയിപ്പോ തനിക്ക് ഇവിടെ ഞങ്ങളുടെ കൂടെ ആൽത്തറയ്ക്ക് കൂടാൻ എത്ര കാലം കൂടി ഉണ്ട്? ഉടനെ എത്തും. അതിനിടയ്ക്ക് റിട്ടയർമെന്റിന്റെ പ്രായം കൂട്ടാനുള്ള വല്ല ഉത്തരവും ഉണ്ടായാൽ. അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടാകാൻ പോണില്ല. പോണില്ലെന്ന് ഷാരദ തീരുമാനിക്കണേ? സർക്കാരല്ലേ? ഒരു സർക്കാർ കൂടെ ഒലത്തും. എന്താ ഒലത്തിയ? 94-ല് ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള അടിസ്ഥാന പെൻഷൻ കൂട്ടാൻ ഉത്തരവിട്ട ഷാരദയല്ലോ ആണോ? നിങ്ങൾ ചൂടാകാതെ മനുഷ്യ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഏത് സർക്കാർ? നിങ്ങളോട് രാഷ്ട്രീയം പറയാൻ ഞാനില്ല. വെറുതെ ഇന്നാളത്തെ പോലെ പ്രശ്നമാവും. തന്റെ നേർവാദി വന്നു. പാർവതി, മേലിന് ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് തല്ലുണ്ടാക്കാൻ പോവാ. ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ. കാര്യം പറഞ്ഞ അപ്പ രാഷ്ട്രീയായി. വരൂ പോവാം. പിന്നെ പിറന്നാളായിട്ട് സദ്യയുടെ ബഡ്ജറ്റ് കുറച്ച് ഒട്ടും ശരിയാണില്ല കേട്ടോ. എന്തായിരുന്നു മേന്നെ എല്ലാരും കൂടി ആൽത്തറയില്? റിട്ടയർമെന്റിന്റെ കാര്യം പറയായിരുന്നു. രാഷ്ട്രീയം പറഞ്ഞ് ഉടക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ കേൾക്കില്ലേ അല്ലേ? അത് ഞാനൊന്നും പറഞ്ഞില്ലേടോ. നിലവിലുള്ള റിട്ടയർമെന്റിന്റെ കാര്യം. ഇതൊന്നും എനിക്ക് ദഹിക്കില്ല കേട്ടോ. മുരിങ്ങത്തോരന്റെയോ മാമ്പഴ പുളിശ്ശേരിയുടെയോ കാര്യം അച്ഛാ ഞാൻ പറയാം. അങ്ങനെ അടുക്കളക്കാര്യം മാത്രം പറഞ്ഞാ പോരാ. ഈ നാട്ടിലെ വിലവർദ്ധനവിനെ കുറിച്ചും പറഞ്ഞു എന്നോട് ഉടക്കാനാണോ പുറപ്പാട്? ആ, മിണ്ടാണ്ട് വേഗം നടന്നോളൂ. കുട്ടികൾ കാത്തിരുന്ന് മുഷിഞ്ഞുണ്ടാവും. കൊച്ചേട്ടാ, ഇതൂടെ നടുക്ക് കിട്ടിയാ മതി. ഞാൻ കെട്ടിക്കോളാം. ആ റെഡ് വേണ്ടെന്നേ. വേളം വെക്കാടി. ഞാനിവിടെ സ്റ്റൂള് പിടിച്ചിരിക്കുക. നീ പിടിച്ചില്ലെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും സംഭവിക്കില്ല. പോയി എടുക്കടി, മടിച്ചോതെ. ഓഹോ, അപ്പൊ നമ്മൾ ഔട്ടായല്ലേ? ഞാൻ എടുത്തോളാം. സ്റ്റൂള് പിടിക്കാൻ വീഴും. വേണ്ട, ഞാൻ എടുത്തോളാം. ഹസ്ബൻഡ് വീഴാൻ നോക്ക്. വാടാ. അച്ഛനും എത്തില്ലേ? ഇല്ല. അടി വാങ്ങിക്കുന്ന നീ ആരാടാ എനിക്ക് പേരിട്ടെ? അയ്യോ, ഞാനല്ല. തോന്നി. അവനെ അയാൾ കൊണസ്റ്റ് പണി കാണിക്കുള്ളൂ. തന്തയ്ക്ക് തലക്കുറി എഴുതുന്ന മക്കള്. എന്താണ് നീ എന്നെ വിളിച്ച? മേലാകിനെ വിളിച്ചോണ്ടല്ലോ ചേച്ചിയൻ ഉപ്പിലിടും നിന്റെ ഉമ്മാണി. ഇവനൊക്കെ ആരടാ സാധനങ്ങൾ? തോരണങ്ങളോ കൊള്ളാലോ. കല്യാണത്തിന് ബാക്കി വന്ന. എന്ത് പറയുന്നു മായ? സുഖം തന്നെ. എവിടെ അർദ്ധനാരീശ്വരന്മാര്? അവർ അമ്പലത്തിൽ പോയിരിക്കുക. നമുക്ക് അതോട്ടിരിക്കാം. ശരി, സമയാവട്ടെ. ഒക്കെ ഞാൻ പറഞ്ഞോളാം. നേരത്തെ തന്നെ സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാ. എന്താണാവോ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ബാലേട്ടന്റെ ജോലിയുടെ കാര്യം പറയായിരുന്നു. ജോലിക്ക് എന്ത് പറ്റി? പ്രൊമോഷന്റെ കാര്യ. പ്രൊമോഷൻ ആയോ? ഇല്ല, ഉടനെ ഉണ്ടാവും. അത് ശരി. എന്നപ്പോ ഞാനിത് മാറിട്ട് വരാം. തന്റെ വൈഫ് എവിടെ? അടുക്കളയിൽ തകൃതിയായിട്ടുള്ള പാചക. സദ്യ ഗംഭീരമാകണം. വല്ലപ്പോഴും ഇതുപോലെ വീട്ടുകാരം കഴിക്കുന്നതേ. ഹോട്ടലിൽ നിന്ന് കഴിച്ച് മടുത്തിരിക്കുക. അങ്കിളിനെ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്താ പേടിയുണ്ടോ? അങ്കിൾ ആരും പിടിച്ച് മിഴുങ്ങൊന്നുമില്ല. എന്നാ ചെല്ലേ പൊയ്ക്കോ.
ഓ മൈ ഗോഡ്, എല്ലാവരും ഒന്ന് വേഗം റെഡിയാക്കുക. പാർക്കിൽ നിന്ന് കമ്പി വേല് പൊളിച്ച് വെളുപ്പിനെ ജുറാസിക് ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ഒരു സ്റ്റിൽസ് എടുക്കണം. ഓക്കെ, 1 minute. താങ്ക് യു. അയ്യോ, തമ്പി ഇതാ പോന്നു. കുറച്ചേരായി. എന്നാ വാ. ഇല്ല, ഞാൻ പോവാ. പോവേ. ഞാൻ ഇവരും കൂടെ ഇവിടെ ശരിയാകില്ല. അവന് തനിക്ക് അവനോട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഒരു ബന്ധവുമില്ല. പിന്നെ അവനോട് എന്നാലെന്താ? അവിടെ അത് പിന്നെ ഏതായാലും ഊണ് കഴിച്ചിട്ട് പോയാ മതി. നല്ലൊരു ദിവസമായിട്ട്. താൻ വാ. പപ്പടവും പഴവും പായസവും കൂട്ടി നല്ലൊരു സദ്യ ഉണ്ടാവുള്ളതിന് വാ. കയ്യന്നിട്ട് ഏ? കയ്യന്നിട്ട് വാ. ഞാൻ വരാം. പക്ഷെ കൊത്തും കോളും വെച്ച് ഒരുമാതിരി കണസാകുണസ വർത്താനം പറഞ്ഞോണ്ടല്ലോ. അവൻ ഒന്നും പറയില്ലെന്ന്. സുരേന്ദ്ര, നീ ഇവിടെ നാളെ പോരുത്. നാവനെ കണ്ടെങ്ങനെയാ ചാപ്പാട് കഴിക്കുന്നത്? അല്ലേ? ശരിയാകില്ല. ഒരു ശരിയാകയില്ല. താൻ വാടൂ. വാ. ശ്ശെ. നിന്റെ അച്ഛനും അമ്മയും വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. വരണമെങ്കിൽ വരട്ടെ. അല്ലെങ്കിൽ തന്നെ ഏത് വിശേഷത്തിനാ അവര് വന്നിട്ടുള്ളേ? അവർ വന്ന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്താ അച്ഛൻ എന്ത് സന്തോഷമായനെ. നിനക്കറിയാലോ, സമ്മാനം കൊടുക്കുക വാങ്ങാന്നൊക്കെ പറയണത് അച്ഛനൊരു മഹാകാര്യമാണ്. Many, many happy returns of the day. Thank you. Look here, one still please. മക്കള് പ്രസന്റേഷൻ കൊടുക്കുമ്പോ എന്താണോ ഫോട്ടോ എടുക്കണേ? ചില അച്ഛന്മാരെ കാണിക്കാൻ. ഞാനിവിടെ ഇരിക്കേ. പാറുട്ടി അതിങ്ങെടുക്ക. ഇതെന്ത്? വിവാഹ വാർഷികമായിട്ട് അച്ഛൻ നിനക്കൊന്നും തരില്ല എന്ന് കരുതിയോ? അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ, അല്ലെങ്കിൽ വേണ്ട. പാറുട്ടി ആ വാച്ച് അങ്ങോട്ട് കൊടുക്ക്. മക്കൾ അച്ഛന് ജന്മദിന സമ്മാനം കൊടുക്കുക, അച്ഛൻ മക്കൾക്ക് സമ്മാനം കൊടുക്കുക. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അല്ലടാ തമ്പി. അതൊക്കെ അച്ഛനും മക്കളും തമ്മിൽ സ്നേഹമുള്ള വീടുകളിൽ. സുരേന്ദ്ര, നീ മിണ്ടരുത്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പറയാണ്ടിരിക്കുക? അമ്മേ, ഊണ് വിളമ്പട്ടെ? വിളമ്പിയോ? വേണമെങ്കിൽ വാച്ച. അതങ്ങ് മുഖത്തോട്ട് വെച്ചാലെന്താ? അത് സ്ഥിരമായിട്ട് വെക്കണം. അത് ശരി. ഓ, വാ, വാ. ഉണ്ണാനിരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? രാഷ്ട്രീയം മാത്രം പറയരുത്. ഇല്ലേ? അമ്മ എനിക്ക് ഇനി മതി ഫോട്ടോ എടുത്തത്. നീ ഇരിക്കേ. ഞാൻ അടുത്ത പന്തിയിൽ ഇരുന്നുള്ള അച്ഛനുണ്ട്. ഗ്രൂപ്പ് ഒഴുക്കുണ്ടാവും. എടോ തമ്പി, ഈ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ? ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അതായത് പാർട്ടികൾക്കുള്ളിലെ ചേരിപ്പോരിങ്ങനെ തുടർന്നാൽ അടുത്ത ഇലക്ഷന്റെ സമയമാകുമ്പോൾ ജനങ്ങൾ അവരോടെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചതിന്റെ. ഓഹോ, വിശന്ന് കുടല് കരിയുന്നു. ആന്റി, ജുറാസിക്കിന്റെ ഇല മാറ്റി വേറെ ഇലയിട്. ചോറ് വിളമ്പ. നിന്റെ അഭിപ്രായം എന്താ? അതിനെ ഊണ് കഴിച്ചു തുടങ്ങിയില്ലല്ലോ. ഊണിനെ കുറിച്ചല്ല, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഭൂരിപക്ഷം ഞാൻ ഹോട്ടലിൽ നിന്ന് പൂരി ഭക്ഷിച്ചുള്ള എന്നെ വെറുതെ വിട്. ഹരീഷ, അയ്യോ അമ്മ, എനിക്ക് മതി. ഗോപീഷ, ഈ രാജ്യത്ത് പട്ടാള ഭരണം വരണമെന്ന് എന്റെ അഭിപ്രായം. പട്ടാള ഭരണം? പട്ടാള ഭരണം വന്ന ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? മേന്നെ, വെള്ളം എടുക്ക. വായിക്കൊള്ളു. ഇറക്കരുത്, ഇറക്കരുതെന്ന്. ഇനി രാഷ്ട്രീയം പറയുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എല്ലാരും വേഗം കഴിച്ചേ. തുപ്പരുത്, തുപ്പരുത്. കടുമാങ്ങ അച്ചാറ് ചെറിയ കള്ളിയിൽ വെച്ചിട്ടുണ്ട്. മറക്കണ്ട കേട്ടോ. മുഴുവൻ ഉണ്ണണം. മറന്നു. അതെ, അച്ഛൻ എന്തിനാ ഇത്ര ധൃതി പിടിക്കണേ? റിട്ടയർ ചെയ്യുന്ന ദിവസമല്ലേ? കൃത്യസമയത്ത് തന്നെ ഡ്യൂട്ടി കയറണമെന്നും ഇല്ലല്ലോ. സെന്റ് ഓഫ് പാർട്ടിയൊക്കെ വൈകിട്ടല്ലേ?
ഉണ്ണിക്കുട്ടാ വേഗം വാ. അച്ഛാ ഇന്നു മുതൽ ഈ സീറ്റ് എനിക്ക് കേട്ടോ. ഓട്ടെ അച്ഛാ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് പോയാൽ മതി. മുത്തച്ഛാ, ടാറ്റാ. ഞാനും ഓർത്തില്ല. താൻ എന്തേ ഓർക്കാഞ്ഞ്? ഓർക്കാഞ്ഞിട്ടല്ല, ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാ. എന്താ ഇത് കരയേ? വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോവാട്ടോ. വാ. ഈ യാത്രയപ്പ് വേളയിൽ മിസ്റ്റർ മേനോനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ഇനി മിസ്റ്റർ മേനോൻ നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ബ്രാഞ്ച് മാനേജർ, സൂപ്രണ്ട് ശ്രീ മഹേന്ദ്രൻ തമ്പി, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സാധാരണ നിങ്ങളൊക്കെ പറയാറുണ്ട് മേനോൻ 1000 നാവാണെന്ന്. നിങ്ങളോട് സംസാരിക്കുമ്പോഴും വാദിക്കുമ്പോഴും ഒക്കെ വാക്കുകൾക്ക് പഞ്ഞുണ്ടാവാറില്ല. പക്ഷെ ഇപ്പോ എന്താ പറയണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല. എന്തേലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാരണം 30 വർഷത്തെ സേവനം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്രയാവുകയാണ്. നിങ്ങളോടൊക്കെ എനിക്ക് യാത്ര ചോദിക്കണം. ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലല്ലോ. പക്ഷേ ഒന്നും എന്നെ വരൂ, ഒന്നും വരൂ, വരൂ. ദേശി മാൻ, ഇതൊക്കെ ചിരിച്ചുകൊണ്ട് വേണ്ട നേരിടാൻ. എന്താ മേന്നെ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ. ആ ഞാൻ പറയട്ടെ, ഉം. 30 വർഷം ഇത്ര വേഗം അങ്ങോട്ട് പോയോന്ന് അല്ലേ? ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണു. 30 വർഷം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടി ഈ തറവാട് തിരിച്ചെടുത്തു. അല്ലാണ്ട് എന്താ നേടിയേ? നേടിയല്ലോ 4 മക്കളെ, 3 പേരക്കുട്ടികളെ. സന്താനഭാഗ്യല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. അത് മാത്രമല്ല, മേലേപ്പുരയ്ക്കൽ ചന്ദ്രശേഖരമേന് അതിനേക്കാൾ വലിയൊരു സമ്പത്ത് കൂടിയുണ്ട്. അതെന്താ? പനക്കപ്പള്ളിയിലെ പാർവതി കുഞ്ഞമ്മ. ഉം.